അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഗ്രാജുവേഷൻ പരിപാടിയാണ്. അങ്ങനെ എൻ്റെ മോളെ ഫാഷൻ ഷോയിലുണ്ട്. അങ്ങനെ രാവിലെ തന്നെ റിക്ഷയും പിടിച്ചിട്ട് നേരെ പോയാഞ്ഞ് ഇത് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഹോളിലാഞ്ഞ് പരിപാടി ഉണ്ടായി. നമ്മളെ ക്ലാസ്സിലല്ലാഞ്ഞ് കുറച്ചധികം ആൾക്കാരുണ്ടായി. മുന്നത്തെ പിള്ളമാർക്കെല്ലാം ഇന്ന് കോട്ട് കിട്ടുന്നത്. അങ്ങനെ നമ്മളെ പിള്ളമാരെല്ലാം കുറേ പിള്ളമാരെ ഫാഷൻ ഷോക്കെല്ലാം വിളിച്ചിട്ടുണ്ടായി. അവിടെ തന്നെ പഠിക്കുന്ന പിള്ളമാരെ കുറേ ആൾക്കാർ വരുമ്പോൾ തന്നെ എല്ലാം റെഡി ആയിട്ട് വന്നിനെ. കുറേ പിള്ളമാർ ഇവിടെ വന്നിട്ട് റെഡി ആക്കുന്നുണ്ട്. നമുക്കിത് കാണുമ്പോൾ 1 മിനിറ്റിൻ്റെ 2 മിനിറ്റിൻ്റെ വീഡിയോ, പക്ഷേ ഇതിൻ്റെ ബാക്കിലുള്ള കഷ്ടപ്പാട് ആ മക്കളെ മാമിൻ്റെ 1 മാസത്തെ 2 മാസത്തെ 3 മാസത്തെ കഷ്ടപ്പാടുണ്ട്. ഇതിൻ്റെ ഇടയിൽ പിള്ളേരെ സെറ്റാക്കാനും ഹോള് സെറ്റാക്കാനും അതിൻ്റെ ബാക്കിൽ പായാനും കോട്ട് സെറ്റാക്കാനും യാഹോ കണ്ടിട്ട് തന്നെ നമുക്ക് തന്നെ ഒരു ടെൻഷൻ. നമുക്കിപ്പോൾ മറ്റുള്ളവരെല്ലാം കാണുമോ വിചാരിക്കുന്നത് എന്ത് പണിയില്ല, ആനുവൽ ഡേ ആക്കാൻ എന്ത് പണിയെന്ന്. അതിൻ്റെ ബാക്കിൽ നടന്നെങ്കിൽ അതിൻ്റെ കഷ്ടപ്പാടറിയും. അങ്ങനെ കുറേ പിള്ളമാർ സാരിയെല്ലാം ഉടുത്തിട്ട് വന്നിട്ടുണ്ടായി. ഞങ്ങൾ ആരും പിന്നെ ഉടുത്തിട്ടാവും മകളെ കഴിഞ്ഞിട്ടേ നമുക്ക് പിന്നെ സാരിനുള്ളൊരു ഇൻട്രസ്റ്റേ പോകുന്നല്ല. ഞങ്ങളേത്ത് പിള്ളമാരെല്ലാം അധികം സാരി എടുത്തിട്ടില്ല തന്നെ. പിന്നെ മാമിൻ്റെ ഒക്കെ വന്നിട്ട് ഫോട്ടോഷൂട്ടിൻ്റെ തകൃതിയായി നടക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് നല്ല 2 ട്വിൻസ് ബേബീസ്. ഇത് കഴിഞ്ഞിട്ട് ഏകദേശം 10-15 ദിവസമായി. പക്ഷേ വീഡിയോ ഇടാൻ സമയം കിട്ടിയിട്ടായി. ഓരോരോ വീഡിയോ ഇടുന്നതിൻ്റെ ഇടയിൽ ഇത് ബാക്കി എന്നായിട്ട് അടിയിൽ പോയിട്ട് അങ്ങനെ എല്ലാവരും ഓരോരോ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ട് വരുന്നുണ്ടായി. MLA വന്ന് എല്ലാം കുറേ ആൾ താഴെ വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ മാം ഇങ്ങനെ ഇതാക്കുന്നുണ്ട്, സ്പീഡാക്കി അങ്ങനെ ഒരു പ്രാർത്ഥന ഗാനത്തോടു കൂടി നമ്മളെ പരിപാടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായി. കുറേ ക്ലിപ്സ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ട്, കാരണം ഒരു വലിയ പരിപാടിയില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ ക്യാമറക്ക് മുന്നിൽ വരാൻ. അങ്ങനെ ഞാൻ അധികം അങ്ങനെ എന്തോ എടുത്തിട്ടാണ് കുറച്ചായിട്ട് എടുത്തിന്. ഇങ്ങനെ ചോദിച്ചിട്ട് തന്നെ എടുത്തത്. പ്രശ്നമില്ലാന്ന് ചെല്ലോർത്ത് മാത്രമാണ് ഞാൻ ഇട്ടത്. മാഷാഅല്ലാഹ് ഈ കോട്ടിട്ടിട്ട് കാണുമ്പോൾ ആ മക്കളെ പറഞ്ഞൊരു ഫീലിങ്സ് കിട്ടുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നു പഠിക്കണം, നമുക്ക് കോട്ട് മേങ്ങണം, നമുക്ക് എത്തണം എന്നിട്ട് ഞങ്ങൾ അന്ന് തന്നെ എന്നല്ല അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വന്നിട്ട് 2-3 റെക്കോർഡ് ഒക്കെ തന്നെ ചെയ്തിന്. നമുക്ക് എടുക്കണോ ഇത് കോട്ട് എടുക്കണോ പെട്ടെന്ന് ഇങ്ങനെ ഡിലേ അങ്ങ് നടക്കുകയില്ല എന്നിട്ട്. MLAയും കുറേ വലിയ ആൾക്കാരെല്ലാം ഉണ്ടായി. ഓരോന്ന് പേര് ഞങ്ങൾക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളമാരെല്ലാം കുറേ പരിപാടി ഉണ്ടായി. ഇത് ഡാൻസ്, ഒപ്പന, കുറേ ഡാൻസ് ഉണ്ടായി. പിന്നെ ഫാഷൻ ഷോ ഉണ്ടായി. നല്ല പങ്കുണ്ടായി ചെറിയ പിള്ളമാരത് നോക്കാനായിട്ട്. പിന്നെ മാമിൻ്റെ കുറേ പ്രസംഗം ഉണ്ടായി. മാമിൻ്റെ സ്പീച്ച് കേട്ടിട്ട് അവന് ശരിക്കും ഷോക്കായി. ആകെ 2-3 പിള്ളേർ വെച്ചിട്ട് തുടങ്ങിയത് ഇപ്പോൾ 500-ലധികം പിള്ളേർ പഠിച്ചിട്ട് ഇറങ്ങിയിട്ടാണ്. ഒരു ഇത് പരസ്യം ഇത് എന്ത് കൊടുക്കാത്ത പിള്ളമാർ പേരുന്ന് നൽകുമ്പോൾ അതൊരു മാമിൻ്റെ ഒരു കഴിവ് തന്നെയല്ല. അങ്ങനത്തെ എല്ലാം കുറേ കഥ സ്റ്റോറി പറഞ്ഞു മാം. എത്ര നമ്മൾ വലുതായി എന്നല്ലെങ്കിൽ പിള്ളമാർ ഈ ഷോ എല്ലാം നോക്കാനൊരു ഒരു പാങ്ങല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസൈൻ ആക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ല ബർത്ത്ഡേന് പുറയിൽ കുത്തിയിട്ടിരിക്കുന്ന നേരെ ഏതെങ്കിലും ഒരു ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ചേര്. കുമ്പളയിൽ തന്നെ ഉണ്ടല്ലോ, കുമ്പളയിൽ കാസർഗോഡ് എല്ലായിടത്തും ഉണ്ട്. ഫീസ് നോക്കും. ഇവിടെ ഫീസ് അത്ര ഫീസില്ല, കുറവായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കുറേ ആൾ ചോദിക്കും, ഞാൻ പറഞ്ഞു ഫീസ് അത്ര ഇല്ല. എല്ലായിടത്തും നല്ല ഫീസില്ല. ഇപ്പോൾ 1 ലാക്ക് വരെ ഉണ്ട്. പക്ഷേ ഇവിടെ അത്ര എനിക്ക് ഫീസായിട്ട് തോന്നിയിട്ടാ. 1 ഇയറിൻ്റെ കോഴ്സിന് തന്നെ അത്ര തന്നെ വരുന്നത്. പിന്നെ മാം എല്ലാവരും വന്നിട്ട് ഫോട്ടോഷൂട്ട് എടുക്കുന്ന തിരക്കില്ല ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഞാൻ വലിയ ആളെ വീഡിയോസ് ഒന്നും എടുത്തിട്ടാവില്ല. കുറേ പ്രോഗ്രാം ഉണ്ട് അതിൻ്റെ ഇടയിൽ നടക്കുന്നത്, അതൊന്നും എടുത്തിട്ട്